Dears, welcome back to RK-NEXT. So, ഓണം എക്സാമിന് എന്ത് പഠിക്കണം എങ്ങനെ പഠിക്കണം എന്നറിയാത്ത മക്കൾക്ക് വളരെ കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ. അതെ, ഈ പോയിന്റുകൾ മാത്രം പഠിച്ചാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് ഉറപ്പാണ്. യെസ്. അപ്പൊ എവിടെ പഠിച്ചു തുടങ്ങണം എന്ന് അറിയാത്ത മക്കള് ഈ ടോപ്പിക്സ് മാത്രം കവർ ചെയ്താൽ മതി, ഉറപ്പായും നിങ്ങൾക്ക് ഒരു മാർക്ക് പോലും നഷ്ടപ്പെടില്ല. കെമിസ്ട്രിയിൽ ഓൾമോസ്റ്റ് എല്ലാ പോയിന്റുകളും ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം. കെമിസ്ട്രിയിൽ ആദ്യത്തെ 4 ചാപ്റ്റേഴ്സ് ആണ് ഓണം എക്സാമിന് വരുന്നത്. അതിൽ ആദ്യത്തെ ചാപ്റ്റർ ആണ് സൊല്യൂഷൻ, ഇലക്ട്രോ കെമിസ്ട്രി, കെമിക്കൽ കൈനറ്റിക്സ് ആൻഡ് DNF ബ്ലോക്ക് എലമെന്റ്സ്. 4 ചാപ്റ്റേഴ്സ്. അപ്പൊ ആദ്യത്തെ ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്സ് നിങ്ങൾ കവർ ചെയ്യേണ്ട ആദ്യം മൊളാലിറ്റിയും തമ്മിലുള്ള ഡിഫറൻസ് ആണ് അല്ലെ. നിങ്ങൾ ഏത് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാലും പൊന്നുമക്കൾക്ക് സ്ഥിരമായിട്ട് കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഡിഫറൻഷിയേറ്റ് മൊളാരിറ്റി ആൻഡ് മൊളാലിറ്റി. യെസ്. അതേപോലെ ആദ്യത്തെ 3 ചാപ്റ്ററിന്റെ പ്രത്യേകത ന്യൂമറിക്കൽസ് ഒരുപാടുണ്ട്. അപ്പൊ നിങ്ങളുടെ NCERT ടെക്സ്റ്റ് ബുക്ക് തുറന്നു നോക്കുമ്പോൾ അതില് കോളത്തിൽ ഒരുപാട് സോൾഡ് പ്രോബ്ലംസ്, അതായത് സൊല്യൂഷൻ അതിൽ തന്നെയുള്ള പ്രോബ്ലംസും NCERT ഇൻഡെക്സ് ക്വസ്റ്റൻ ഒക്കെ കാണാം. അതൊക്കെ സോൾവ് ചെയ്തിട്ട് മാത്രമേ എക്സാമിന് പോകാവൂ. ഇൻഡെക്സ് ക്വസ്റ്റൻ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ചാനലിൽ ഷോർട്ട് ക്വസ്റ്റ്യൻസ് ഒരുപാട് ഇൻഡെക്സ് ക്വസ്റ്റൻ കംപ്ലീറ്റ് ആയിട്ട് ഷോർട്ട് ആയിട്ട് ചെയ്യുന്നുണ്ട്. മക്കൾ കണ്ടാൽ മതി അല്ലേ. റെഡി. അപ്പൊ മൊളാലിറ്റി ഒക്കെ പ്രോബ്ലംസ് നമ്പർ പോലും മാറാതെ അതേപോലെ കഴിഞ്ഞ വർഷം ചോദിച്ചു. ആ ന്യൂമറിക്കൽസ് നിങ്ങൾ തീർച്ചയായും പഠിച്ചിട്ട് പോകും. ഡെൻസിറ്റി തന്നിട്ട് മൊളാരിറ്റി കാണാനുള്ള ഒരു പ്രോബ്ലം സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട്. യെസ്. അടുത്തത് ദെൻ റോൾസ് ലോ ആണ്. റോൾസ് ലോ സ്റ്റേറ്റ് ചെയ്യാനായിട്ട് എന്തായാലും നിങ്ങൾ പഠിച്ചു വെക്കണം. അതിന്റെ സ്റ്റേറ്റ്മെന്റ് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. യെസ്. അടുത്ത ഐഡിയൽ ആൻഡ് നോൺ ഐഡിയൽ സൊല്യൂഷൻ. ഏതെങ്കിലും ഒരു എക്സാമ്പിൾ തന്നിട്ട് ഇത് പോസിറ്റീവ് ഡീവിയേഷൻ ആണോ അല്ലെങ്കിൽ ഇത് നെഗറ്റീവ് ഡീവിയേഷൻ ആണോ എന്നൊക്കെ ചോദിച്ചാലോ. ടെക്സ്റ്റ് ബുക്കിലുള്ള എല്ലാ എക്സാമ്പിൾസും നിങ്ങൾക്ക് അറിയുമായിരിക്കണം. അതിൽ ഏതെങ്കിലും ഒന്നായിരിക്കും തരിക, അല്ലെങ്കിൽ എക്സാമ്പിൾ എഴുതാൻ പറയായിരിക്കും. സോ NCERTയിലുള്ള എല്ലാ എക്സാമ്പിൾസും പഠിച്ചു വെക്കും. യെസ്. അടുത്തത് പറ. അസിയോട്രോപിക് മിക്സർ ഇല്ലാതെ ക്വസ്റ്റ്യൻ പേപ്പറെ ഇറങ്ങാറില്ല അല്ലെ. അതേപോലെ കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ്, 4 കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസിന്റെ നെയിം 1 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. അതുമായിട്ട് റിലേറ്റ് ചെയ്ത പ്രോബ്ലംസ് സ്ഥിരം ചോദ്യമാണ്. അതായത് ഏതെങ്കിലും ഒരു കോളിഗേറ്റീവ് പ്രോപ്പർട്ടി അതിന്റെ മോളാർ മാസ് കാൽക്കുലേറ്റ് ചെയ്യാൻ എങ്ങനെയാന്ന് ഡിറൈവ് ചെയ്യാൻ ചോദിക്കാറുണ്ട്. 2 മാർക്ക്. അത് കഴിഞ്ഞ വർഷം 1 മാർക്കിന് വന്നത് ഇതിൽ ഏതാണ് കോളിഗേറ്റീവ് പ്രോപ്പർട്ടി അല്ലാത്തത്, അതായിരുന്നു 1 മാർക്കിന് ചോദിച്ചിട്ടുള്ളത്. ദെൻ വാൻ ഹോഫ് ഫാക്ടർ ആണ് ലാസ്റ്റ് ടോപ്പിക്. വാൻ ഹോഫ് ഫാക്ടറിൽ നമുക്ക് അസറ്റിക് ആസിഡ് ബെൻസീനിലേക്ക് ഇടതാൽ വാൻ ഹോഫ് ഫാക്ടർ എന്തായിരിക്കും, അതൊരു ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ. യെസ്. ഓക്കെ. അപ്പൊ നെക്സ്റ്റ് ചാപ്റ്റർ ഇലക്ട്രോ കെമിസ്ട്രി ആണ്. എനിക്ക് ഒരുപാട് കുട്ടികൾ കുറച്ച് ടഫ് എന്ന് കരുതി മാറ്റി വെക്കാൻ സാധ്യതയുള്ള ഒരു ചാപ്റ്റർ ആണ്. ടഫ് ഒന്നല്ല, പക്ഷെ ഈസിയർ. അത്ര പോയിന്റ്സ് പഠിച്ചാൽ ഇതിൽ സൊല്യൂഷന്റെ പ്രത്യേകത വെച്ചാൽ നിങ്ങൾക്ക് മാർക്ക് പോവാൻ സാധ്യതയുണ്ട്. പക്ഷെ ഇലക്ട്രോ കെമിസ്ട്രിയിൽ ഒരു വേല് പഠിച്ചാൽ അതായത് ഒരു 19-20 മാർക്ക് വെയിറ്റേജ് വരുന്ന ചാപ്റ്റർ ആണ് ഇലക്ട്രോ കെമിസ്ട്രി. ആദ്യത്തെ കാൽക്കുലേഷൻ ഓഫ് സ്റ്റാൻഡേർഡ് EMF ആണ്. സ്റ്റാൻഡേർഡ് EMFന്റെ കാൽക്കുലേഷൻ E0 EMF E0 കാഥോഡ് മൈനസ് E0 ആനോഡ് ഉപയോഗിക്കും. നെക്സ്റ്റ് നേൺസ്റ്റ് ഇക്വേഷൻ ആണ്. അതേപോലെ തന്നെ നേൺസ്റ്റ് ഇക്വേഷനിൽ നിന്നും ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഡിറൈവ് ചെയ്യണം, ഡെറിവേഷനും ചോദിക്കാറുണ്ട്. അടുത്തത് വേരിയേഷൻ ഓഫ് കണ്ടക്ടിവിറ്റി ആൻഡ് മോളാർ കണ്ടക്ടിവിറ്റി ഓൺ ഡയലൂഷൻ. ഒരു സൊല്യൂഷനെ ഡയലൂട്ട് ചെയ്താൽ മോളാർ കണ്ടക്ടിവിറ്റി എങ്ങനെ വേരി ചെയ്യുന്നു, അതിന്റെ റീസൺ എന്താണെന്നൊക്കെ ചോദിക്കാം. കോൾറോഷസ് ലോയും ഫാരഡേസ് ലോയും. കോൾറോഷസ് ലോ സ്റ്റേറ്റ് ചെയ്യാനും അതിന്റെ സ്റ്റേറ്റ്മെന്റ് സ്ഥിരം ചോദിക്കുന്നതാണ്. ഫാരഡേസ് ലോ ആയിട്ട് റിലേറ്റ് ചെയ്ത ന്യൂമറിക്കൽസ് ചോദിക്കാറുണ്ട്. ഫാരഡേസ് ലോ ആയിട്ട് റിലേറ്റ് ചെയ്ത ന്യൂമറിക്കൽസ് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും, 2 മാർക്ക് പോവില്ല. ദെൻ കൊമേഴ്ഷ്യൽ സെൽസ് ആണ്. കൊറോഷന്റെ മെക്കാനിസവും. ഈ ചാപ്റ്റർ പഠിക്കുന്ന സമയത്ത് മക്കൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ആദ്യ ഭാഗം നന്നായിട്ട് പഠിച്ച് ലാസ്റ്റ് ഭാഗം സ്കിപ്പ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഓർമ്മിച്ച് വെച്ചോ, ലാസ്റ്റ് ഭാഗത്താണ് നിങ്ങളെ ഭൂരിഭാഗം ക്വസ്റ്റ്യനും. 1 മാർക്കിനും 2 മാർക്കിനും എപ്പോഴും കാണുന്നതാണ് പ്രൈമറി സെല്ലും സെക്കൻഡറി സെല്ലും ഐഡന്റിഫൈ ചെയ്യാനും അതിൽ ഓഡ് വൺ ഔട്ട് ഏതാണെന്ന് കണ്ടുപിടിക്കാനൊക്കെ സ്ഥിരം ചോദിക്കും. അപ്പൊ അത് തീർച്ചയായും അത് അവസാനത്തെ 2 പോയിന്റ് പഠിക്കാതെ എക്സാം ഹാളിൽ കയറരുത്. ഏതാ? കൊറോഷനും കൊമേഴ്ഷ്യൽ സെല്ലും മെക്കാനിസം ഓഫ് കൊറോഷൻ. ഇത് 2 പഠിക്കാതെ എക്സാം ഹാളിലേക്ക് പോകരുത്. ഇതിന്റെ ഭൂരിഭാഗം ക്വസ്റ്റ്യനും ഈ 2 പാർട്ട് ഒന്നായിരിക്കും. യെസ്. ആദ്യത്തെ 2 ചാപ്റ്റർ ഒരു 19 മുതൽ 21 വരെ വെയിറ്റേജ് ലഭിക്കുന്ന ചാപ്റ്റർ ആണ്. എല്ലാ ചാപ്റ്റേഴ്സിനും ഈക്വലി വെയിറ്റേജ് ആണ് വരുന്നത്. 1-2 മാർക്കിന്റെ വ്യത്യാസമേ ഉള്ളൂ. കെമിക്കൽ കൈനറ്റിക്സ് വളരെ രസകരമായ ന്യൂമറിക്കൽസ് ഉള്ള, നല്ല രസമുള്ള ന്യൂമറിക്കൽസ് ഉള്ള, വലിയ ടഫ് അല്ലാത്ത ഈസി ആയിട്ട് മാർക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ അല്ലേ. ഈസി അല്ല. അപ്പൊ ഇലക്ട്രോ കെമിസ്ട്രി പോലെ തന്നെ ന്യൂമറിക്കൽസും ഡെറിവേഷൻസും ഉള്ള ചാപ്റ്റർ ആണ്. ആദ്യം ഏറ്റവും സിമ്പിൾ ആയിട്ട് ഓർഡറും മോളിക്കുലാരിറ്റിയും തമ്മിലുള്ള വ്യത്യാസം ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ സ്ഥിരം 2 മാർക്കിനോ 3 മാർക്കിനോ ചോദിക്കും. 4 വ്യത്യാസങ്ങൾ ഡിഫറൻസ് എങ്കിലും നിങ്ങൾ പഠിച്ചു വെക്കുക. യെസ്.
Then effect of concentration of reactant on reaction rate. അതായത് റിയാക്ടന്റുകളുടെ കോൺസെൻട്രേഷൻ മാറുന്ന സമയത്ത് റിയാക്ഷന്റെ റേറ്റ് എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നത്? റിയാക്ഷന്റെ റേറ്റിനെ അഫക്ട് ചെയ്യുന്ന 4 ഫാക്ടേഴ്സ് എങ്കിലും ജസ്റ്റ് ആ പേര് എഴുതാൻ നിങ്ങൾ പഠിച്ചിരിക്കണം. 1 മാർക്കിന് സ്ഥിരം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ദെൻ ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ, 0 ഓർഡർ റിയാക്ഷന്റെയും ഫസ്റ്റ് ഓർഡർ റിയാക്ഷന്റെയും ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ എഴുതാൻ 1 മാർക്കിന് സ്ഥിരം 1 മാർക്കോ 2 ചിലപ്പോൾ അത് ഡിറൈവ് ചെയ്യാൻ പോലും ചോദിക്കില്ല എന്ന് പറയാൻ വരെ ചിലപ്പോൾ ഡിറൈവ് ചെയ്യാൻ കാരണം എക്സാം ടഫ് ആകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഡെറിവേഷൻ ഇതേവരെ 1 മാർക്കിന് ഇക്വേഷൻ ആണ് ചോദിച്ചിട്ടുള്ളത്. അതേപോലെ അതുമായിട്ട് റിലേറ്റ് ചെയ്ത ഗ്രാഫുകൾ നിങ്ങൾ പഠിക്കണം. 0 ഓർഡറിന്റെയും ഫസ്റ്റ് ഓർഡറിന്റെയും ഗ്രാഫ് ടെക്സ്റ്റ് ബുക്കിലുണ്ട്. അത് തീർച്ചയായും പഠിച്ചിട്ടേ പോകാവൂ. ഹാഫ് ലൈഫ് ഇക്വേഷൻ 0 ഓർഡറിന്റെയും ഫസ്റ്റ് ഓർഡറിന്റെയും ഹാഫ് ലൈഫ് കാൽക്കുലേറ്റ് ചെയ്യാൻ ഒരു ഇക്വേഷൻ. അതേപോലെ തന്നെ ഡെറിവേഷൻ മസ്റ്റ് ആയിട്ടും എക്സാമിന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. സ്ഥിരമായിട്ടും ഫസ്റ്റ് ഓർഡർ ആണ് ചോദിക്കുക എന്നും കരുതി നിങ്ങൾ 0 ഓർഡർ പഠിക്കാതിരിക്കേണ്ട. രണ്ടും ഈസിയാണ്. ഇക്വേഷൻ പഠിക്കണം, ഡെറിവേഷൻ പഠിക്കണം, അതുമായിട്ട് റിലേറ്റ് ചെയ്ത പ്രോബ്ലംസ് ന്യൂമറിക്കൽസ് മസ്റ്റ് ആയിട്ടും ചോദിക്കും. അടുത്ത അരീനിയസ് ഇക്വേഷൻ. അരീനിയസ് ഇക്വേഷൻ എന്താണെന്ന് ചോദിക്കും. അതിലെ ഓരോ ടേംസും എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ചോദിക്കും. അതേപോലെ അതിന്റെ പ്രോബ്ലം ന്യൂമറിക്കൽ സ്ഥിരം ചോദ്യമാണ്. 100% ഉറപ്പിക്കാവുന്ന ഒരു ക്വസ്റ്റൻ ആണ് അരീനിയസ് ഇക്വേഷനുമായി ബന്ധപ്പെട്ട ഒരു പ്രോബ്ലം. 2 ടെമ്പറേച്ചറും 2 റേറ്റ് കോഴ്സിനും ഒക്കെ തന്നിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ, ആക്ടിവേഷൻ എനർജി കാൽക്കുലേറ്റ് ചെയ്യാനൊക്കെ ചോദിക്കാം. ആക്ടിവേഷൻ എനർജി മസ്റ്റ് ആണ്. ദെൻ കാറ്റലിസ്റ്റിന്റെ എഫക്ട് ഈസി ആണെന്ന് കരുതി വിട്ടുകളയും. 2 മാർക്കിന് ചോദിക്കും. ജസ്റ്റ് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം. ഇലക്ട്രോ കെമിസ്ട്രിയിൽ പറഞ്ഞ പോലെയാണ്, നമ്മൾ സ്കിപ്പ് ചെയ്യുന്ന ഒരു പോയിന്റ് ആണ് എഫക്ട് ഓഫ് കാറ്റലിസ്റ്റ്. പക്ഷെ അത് സ്ഥിരം ക്വസ്റ്റൻ ആണെന്ന് മാത്രം. ഈസി ക്വസ്റ്റൻ ആണ്. ആൻഡ് മൂവിംഗ് ടു ദ ലാസ്റ്റ് ചാപ്റ്റർ, ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലമെന്റ്സ്. എന്താണ് ഇതിന്റെ പ്രത്യേകതകൾ? അതായത് പഠിക്കുന്ന സമയത്ത് ഉറക്കം വരുന്ന ഒരു ചാപ്റ്റർ ആണ് ഡി ആൻഡ് എഫ് എന്നുള്ളതാണ് അതിന്റെ ആദ്യത്തെ പ്രത്യേകത. അല്ല, ബാക്കി എല്ലാത്തിലും ന്യൂമറിക്കൽസും പ്രോബ്ലംസും ഡെറിവേഷൻസ് ഒക്കെ ഉണ്ട്, കുറച്ച് നിങ്ങൾ എൻഗേജ് ചെയ്യിക്കും. പക്ഷെ ഇത് പ്യുവർലി ഇനോർഗാനിക്. നിങ്ങൾ എനർജി നമ്മൾ എനർജി ആയിട്ട് പഠിക്കാം. വലിയ ടഫ് ഒന്നുമല്ല, ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്നതാണ്. പറയാം. അതായത് നിങ്ങൾ ഈ ഡി ആൻഡ് എഫ് കംപ്ലീറ്റ്ലി ഒരുമിച്ച് പഠിക്കാതിരിക്കാതെ ഒരു 2 പേജ് വെച്ച് നിങ്ങൾ ഓരോ ദിവസവും പഠിച്ചാൽ മതി. ഒരു 2 പേജസ് വെച്ച് ഫുൾ മാർക്ക് ഈസി ആയിട്ട് കിട്ടും. മറ്റിടത്ത് ന്യൂമറിക്കലിന്റെ ഫൈനൽ ആൻസർ ഒക്കെ ചിലപ്പോൾ തെറ്റ് വരാൻ ചാൻസ് ഉണ്ട്. പക്ഷെ ഇവിടെ അങ്ങനെയൊന്നും അല്ല. എഴുതി വെച്ചാൽ മുഴുവൻ മാർക്കും കിട്ടും. ബയോളജി എഴുതുന്ന പോലെ 2 പേജ് പഠിക്കുക. അതിൽ ക്വസ്റ്റ്യൻ ഏതാ വരാൻ, ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് പഠിക്കുക. ക്വസ്റ്റ്യൻ ആൻസർ ടൈപ്പ് പഠിക്കുക. 2 NCERT 2 പേജ് വായിച്ചു നോക്കുക. അതിലെ ക്വസ്റ്റ്യൻ ആൻസർ എന്താണെന്ന് എഴുതി വെക്കുക. ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. ഓക്കെ, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ലാംഗ്തനോയിഡ് കൺട്രാക്ഷൻ ആണ്. അതില്ലാത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാം ചോദിക്കും. അതേപോലെ പൊട്ടാഷ്യം പെർമാംഗനേറ്റിനെയും പൊട്ടാഷ്യം ഡൈക്രോമേറ്റിനെയും പ്രിപ്പറേഷൻ ചോദിക്കും. അതായത് ബോർഡ് എക്സാമിന് ഏതെങ്കിലും ഒന്നാണ് ചോദിക്കുക. പക്ഷെ നിങ്ങൾ ഓണം എക്സാമിന് നിർബന്ധമായിട്ടും 2 ചോദിക്കും. അതെ. യെസ്. ദെൻ ക്രോമേറ്റിന്റെയും ഡൈക്രോമേറ്റിന്റെയും പെർമാംഗനേറ്റിന്റെയും ഒക്കെ സ്ട്രക്ചർ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. അത് സ്ട്രക്ചർ വരയ്ക്കാൻ ചോദിച്ചിട്ടുണ്ട്. ദെൻ മാഗ്നറ്റിക് ബിഹേവിയറും കോംപ്ലക്സ് ഫോർമേഷൻ, ഓരോ റീസണും പഠിക്കണം. അവരെന്തുകൊണ്ട് കളർ കാണിക്കുന്നു, അവരുടെ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ റീസൺ പഠിക്കണം. യെസ്. അപ്പോൾ ഡി എൻ എഫും വലിയ ടഫ് ഒന്നുമല്ല. വളരെ ഈസി ആയിട്ട് 2 പേപ്പർ 2 NCERT ടെക്സ്റ്റ് ബുക്കിലെ 2 പേജ് എടുക്കുക. അതിലെ ക്വസ്റ്റ്യൻ ആൻസർ എഴുതി വെക്കുക. ക്വസ്റ്റ്യൻ ആൻസർ വൈസ് അങ്ങ് പഠിക്കുക. ഫുൾ മാർക്ക് എല്ലാ NCERT ബേസ് ചെയ്ത് തന്നെ നിങ്ങൾ പഠിക്കുക. അതിന്റെ ലൈവും കാര്യങ്ങളും ക്ലാസ്സുകളും ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യും. അതായത് ഓണം എക്സാമായി ബന്ധപ്പെട്ട എല്ലാ ക്ലാസ്സുകളും ഷോർട്ട് ക്വസ്റ്റ്യൻസും ഇൻഡെക്സ് ക്വസ്റ്റ്യൻസും ഒക്കെ നിങ്ങൾക്ക് ചെയ്യും. മക്കൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ മാക്സിമം ഫ്രണ്ട്സിലേക്ക് നിങ്ങൾ ഇൻഫർമേഷൻ ഷെയർ ചെയ്യാം. മറന്നു പോരുത്. ഓക്കെ, അപ്പൊ ബൈ.